കേരള സർവകലാശാല ചോദ്യപേപ്പറിലെ പിഴവിൽ പരീക്ഷാ സ്ഥിരം സമിതി പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഹിസ്റ്ററി വിഭാഗം മേധാവിക്ക് വീഴ്ച സംഭവിച്ചതായി സമിതിയുടെ വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരോട് വിവരങ്ങൾ തേടാനും സമിതിയുടെ തീരുമാനം. ഹാൻസ് ജോൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, ഒരു വിചിത്ര വിശദീകരണമായിരുന്നു ഹിസ്റ്ററി വിഭാഗം മേധാവിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതെ രുചീഷ്, കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിലെ 4ാം സെമസ്റ്റർ MA ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ 2 എന്ന വിഷയത്തിന്റെ ചോദ്യപേപ്പറിലാണ് ഗുരുതര പിഴവ് കണ്ടെത്തിയത്. ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ വകുപ്പ് മേധാവി, ഹിസ്റ്ററി വിഭാഗം വകുപ്പ് മേധാവിയോട് വിശദീകരണം തേടിയിരുന്നു. ഡോക്ടർ A ഷാജിയാണ് ഹിസ്റ്ററി വിഭാഗം വകുപ്പ് മേധാവി. പക്ഷേ അദ്ദേഹം വിചിത്രമായ ഒരു ന്യായീകരണമാണ് സർവകലാശാലയ്ക്ക് നൽകിയത്. ഈ സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് കണ്ടെത്തിയ VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പരീക്ഷാ സ്ഥിരം സമിതിയോടാണ് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ VC വാക്കാൽ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ സ്ഥിരം സമിതി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. UDFന്റെ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അഹമ്മദ് ഫാസിലാണ് ഈ പരീക്ഷാ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോഴാണ് ഹിസ്റ്ററി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ A ഷാജിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ഈ വകുപ്പ് മേധാവി പാലിച്ചില്ല എന്നാണ് ഇപ്പോൾ പരീക്ഷാ സ്ഥിരം സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക ഉത്തരവ്, ഈ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ഔദ്യോഗിക ഉത്തരവ് നാളെ സർവകലാശാല പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അവരോട് വിവരങ്ങൾ തേടുമെന്നും ഇപ്പോൾ സമിതി അറിയിച്ചിട്ടുണ്ട്. രുചീഷ്. ശരി ഹാൻസ്.